ഹായ്, വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിൻ്റെ തൃശ്ശൂരുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരുള്ള പല രാഷ്ട്രീയ ആൾക്കാർക്ക് ഒരു ഉറക്കം വരുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം വളരെ ഉറക്കക്കുറവും പിന്നെ ഗോപിയാശാനെക്കാട്ടിലും കഥകളി കളിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ളതെന്നാണ് നമ്മളിപ്പോൾ ഈ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലൂടെ തോൽപ്പിക്കാന്നല്ല, അല്ലാതെ ഏതൊക്കെ രീതിയിൽ തോൽപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നാൽ ഇപ്പോൾ ഏറി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും ഇടപെടുന്നൊരു രീതിയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം ഒരു വഴിപാടായിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിപ്പോൾ കൊല്ലത്ത് കൊടുക്കണോ, തിരുവനന്തപുരത്ത് കൊടുക്കണോ, കണ്ണൂർ കൊടുക്കണോ, എവിടെ കൊടുക്കണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കോ വഴിപാട് കൊടുക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ നേർച്ച നേരുന്നത് ചിലപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്കായിരിക്കും. അതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗുരുവായൂർ നിന്റെ വീട്ടിൻ്റെ അടുത്തുണ്ടല്ലോ കൃഷ്ണൻ്റെ അമ്പലം, അവിടെ കൊടുത്താൽ പോരെ, അല്ലെ വിഷ്ണു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലൂർദ് മാതാവിന് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ നടത്തിയിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലായിരിക്കാം അദ്ദേഹം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലാണോ എന്ത് രീതിയിലാണോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള ഈ നടത്തുന്ന ആൾക്കാർ തന്നെ അപഹാസ്യരാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെ സുരേഷ് ഗോപിക്ക് മേൽക്കോയ്മ നേടിക്കൊടുക്കുക എന്നല്ലാതെ വേറൊരു കാര്യത്തിലേക്കും ഈ ഒരു രീതിയിലുള്ള പോക്ക് ശരിയാവില്ല. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ നമ്മുടേതായ വികസന പദ്ധതികൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ടോ ആ രീതിയിലാണ് നമ്മളെന്ത് ചെയ്യേണ്ടത്, രാഷ്ട്രീയ എതിരാളിയെ നേരിടാൻ. അല്ലാതെ ഇത്തരം കോപ്രായങ്ങളിലൂടെ അല്ല രാഷ്ട്രീയ എതിരാളിയെ നേരിടേണ്ടത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ വലിയൊരു ഹൈപ്പ് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പലർക്കും രസിക്കുന്നില്ല. ഞാൻ പറയാറ് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, സുരേഷ് ഗോപി ജയിക്കണം. ഞാൻ പറഞ്ഞ ഞാൻ ബി ജെ പി ആയിട്ടല്ല, ഞാനിപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് ഒരു 3-4 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ പല രാഷ്ട്രീയ പാർട്ടിക്കാരെ അവലോകനം ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം നല്ല യുവത്വം അങ്ങോട്ട് വരണം. പിന്നെ കാര്യഗൗരവമുള്ള മുന്നോട്ട് ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഈ കേരളത്തിൽ എത്രത്തോളം വികസനങ്ങൾ എത്തിക്കാൻ കഴിയും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മുടെ വോട്ട് വെറുതെ പാഴാക്കുന്ന രീതിയിൽ, ഒരു പാഴ്വസ്തുവിനെ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ, പാർലമെന്റിലേക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഒരു പാർട്ടിയുടെ അടിമകളായിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചിന്തിക്കണം, വോട്ട് ചെയ്യാൻ പോകുന്നവരെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ചെയ്യുന്ന ആ വോട്ട് നമുക്ക് ഈ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ഇത് മാറ്റാൻ പറ്റും. അപ്പം ആ 5 വർഷം നമ്മൾ എന്തിനാണ് ഒരു പായ് വസ്തുവിനെ കൊടുക്കുന്നത്? അതിലും നമ്മളിത് നല്ലൊരു രീതിയിൽ കേന്ദ്രം ഭരിക്കുന്ന അവിടേക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ കേരളത്തിലേക്ക് നല്ല വികസനങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരാൾക്കാർക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും, നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും, നമ്മളെ മുന്നിലേക്ക് വളർന്നു വരുന്ന യുവാക്കൾക്ക് എത്രത്തോളം അത് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ വെറുതെ നമ്മളിതൊരു നേരം പോക്കായിട്ട് കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിമകളായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ, അനിൽ ആന്റണി, പിന്നെ സുരേഷ് ഗോപി, പിന്നെ ആലപ്പുഴ നിൽക്കുന്ന സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഒരു 3-4 ആൾക്കാർ വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു 3-4 ആൾക്കാർ കേരളത്തിൽ നിന്നും പോകണം.
അത് നമ്മുടെ കേരളത്തിന് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും അത് നമുക്ക് അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. 5 വർഷം കൊണ്ട് നമ്മൾ കേരളത്തിനെ മാറ്റിമറിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഇവിടങ്ങളിലൊക്കെ. പിന്നീട് നമുക്ക് തീരുമാനിക്കാം എന്ത് ഇത്രത്തോളം നമ്മൾ ഇവിടെ പാർലമെന്റിലേക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ കൊടുത്തു, എന്തുണ്ടാക്കി വരും, എന്താണ് ചെയ്തത്, അതും കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. എന്തൊക്കെ വികസനങ്ങളാണ് വന്നതെന്ന് ചിന്തിക്കണമല്ലോ. എത്ര വർഷം എത്ര മന്ത്രിമാർ നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്നുണ്ടായിരുന്നു. പാർലമെന്റിൽ പോയിട്ട് UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത്, രാജ്യം UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ എത്ര മന്ത്രിമാർ നമ്മളെ പോക്കറ്റിലുണ്ടായിരുന്നു കേരളത്തിലുള്ള. എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി, എന്ത് വികസനമാണ് ഇവിടെ നടത്തിയതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഇപ്പം 4 വരിപ്പാതല്ല 6 വരിപ്പാത, എന്തൊക്കെ കാര്യങ്ങളാണ്, മേൽപ്പാലങ്ങൾ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ വികസനം തന്നെയല്ലേ. അതിന് കേരള സർക്കാരിനും അത് ചെയ്യാനുള്ള താല്പര്യവും അതിൻ്റെ ബെനിഫിറ്റ് നമ്മളെ സർക്കാരിനുണ്ട്, നമ്മളെ കേരളം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. പക്ഷേ എങ്കിലും ആ സമയത്ത് ഇവർക്ക് എന്ത് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്തുകൊണ്ട് നമുക്കിവിടെ ഇതൊക്കെ സാധിച്ചു? അതും ഇവിടെ നിന്ന് ഒരു MP പോലും ഇല്ല, ഒരു MLA പോലും ഇല്ല. എന്നിട്ടും നമുക്ക് ഈ കേരളത്തിൽ ഇത്രത്തോളം വികസനം വന്നിട്ടുണ്ടെങ്കിൽ അവര് ഇവിടുന്ന് ഇത്രയും 3-4 ആൾക്കാർ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വികസനം നമുക്ക് ഉണ്ടാവും. അപ്പൊ സുരേഷ് ഗോപിനൊക്കെ വെറുതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ്, ഈ കാദർ കരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലൊക്കെ ഉണ്ടല്ലോ, വെറുതെ ചങ്ങായിക്ക് എന്താ പറയുന്നത്, ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് യൂട്യൂബേഴ്സിന് ഇറക്കിയത്. ഇവൻ എത്ര പൈസ കൊടുത്തിട്ടാണ് ഇവനിങ്ങനെ സുരേഷ് ഗോപിന്റെ കാര്യങ്ങൾ പറയുന്നത്. മുതുകാടിന്റെ കാര്യം പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് ഇവനും വന്ന കാദർ കരിപ്പൊടി എല്ലാം കൂടി വന്നതായിരുന്നു. ഇപ്പൊ എവിടെ പോയി? എത്ര പണം അതിന് വാങ്ങിയിട്ടുണ്ടാവും ഇവര്? പണം വാങ്ങിയിട്ട് തന്നെയാണ്. ഇവന്മാരൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. ഇവന്മാരെത്രത്തോളം പണം വാങ്ങിയിട്ടായിരിക്കും ഇവർക്കെതിരെ പറയുന്നത്. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയാ, വെള്ളത്തിൽ വരട്ട മാതിരി വൃത്തികെട്ട രീതിയിൽ ഇല്ലാതെ ആയി പോവുകയുന്നത്. ഓബിയാശാൻ തന്നെ പറഞ്ഞു ലാസ്റ്റ്. ഓബിയാശാൻ തന്നെ ഇന്നത്തെ വാർത്താ മാധ്യമത്തിൽ നമ്മൾ പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ ബൈറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സുരേഷ് ഗോപി അത്രയ്ക്ക് തരം താഴ്ന്ന ഈ രാഷ്ട്രീയക്കാരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരം താഴ്ന്ന ആൾക്കാരാണ് ഉള്ളത് കൂടുതലും. പക്ഷെ അത്രത്തോളം തരം താഴ്ന്ന രാഷ്ട്രീയക്കാരനാവുന്ന ആളാണ്. രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ്. ജനങ്ങളിലേക്ക് എത്തിയ ആളാണ്. പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതാണത്. അപ്പൊ അദ്ദേഹം അത്ര തരം താഴ്ന്ന രാഷ്ട്രീയം കാണിക്കുന്ന ചോറ് തിന്നുന്ന ഒരാളെ വിശ്വസിക്കില്ല. പത്മ പുരസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. പക്ഷെ എന്തൊക്കെ വേലകളാണ് ഇവന്മാര് കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ ആരാണ് വിശ്വസിക്കുക? അത്രയ്ക്കും മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ശരിക്കും അതിനെതിരെ കേസ് കൊടുക്കണം. അതാരാണോ ഇങ്ങനെ പറഞ്ഞത്, കോൾ ചെയ്തത് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ഡ്രസ്സായിട്ട് വരും, അത് ആശാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഗുരുവായൂർ നടയിൽ ഞാനത് സമർപ്പിക്കുന്നു. അത് ഭയങ്കര വിഷമായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത്രത്തോളം വിഷമായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും വരാം, ഇപ്പോഴത്തെ ഫോൺ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സുരേഷ് ഗോപിക്ക് ബന്ധപ്പെടാമായിരുന്നല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു കോള് കേട്ടാലും മോനെല്ലാം കൂടി ചവിട്ടി പുറത്തെടുത്തിട്ട് എല്ലാം കൂടി വല്ലാണ്ട് ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിനെ ഒരു കോള് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൂടായിരുന്നു? അതിനുള്ള ബുദ്ധിയോ അതോ ഗോപി ആശാനം ഒന്ന് മനസ്സിലാക്കണമല്ലോ. അത് സുരേഷ് ഗോപിനെ തന്നെ നിങ്ങൾ ഇത് ചെയ്യണ്ട. സുരേഷ് ഗോപി പറഞ്ഞത് പക്ക. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹം റിയൽ അഭിനയമല്ല, അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കറക്റ്റ് കാര്യങ്ങൾ എന്താക്കും, അദ്ദേഹത്തിന്റെ ഫീലിങ്സ് അദ്ദേഹം അങ്ങനെ തന്നെ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ കാണുന്ന മനുഷ്യനാണ്.
അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഈ വിടുവേലത്തരൊന്നും ആരെ വിടുവേലത്തരം ഇവിടെ വേണ്ട. എന്താ പറഞ്ഞാൽ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം മണത്തു തുടങ്ങിയിരിക്കുന്നു. അതിൽ വിരളി പൂണ്ട ആൾക്കാർ പല രീതിയിലും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കയറിയിട്ടായാലും ശരി, അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അത് ഇതൊക്കെ കൊണ്ടുപോകാനാണ്, വേണ്ടാത്ത കോളുകൾ ചെയ്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന ആൾക്കാർ എന്നെ ബന്ധപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിലാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വൃത്തികെട്ട രീതിയാണെന്നാണ് ഒന്നും കൂടി പറയാനുള്ളത്. ഇത്തരത്തിലല്ല ഒരു രാഷ്ട്രീയ എതിരാളിയെ പരാജയപ്പെടുത്തേണ്ടത്. കൈത്ത് വെട്ടി അർത്തിട്ടോ അല്ലെങ്കിൽ കാല് വെട്ടി അർത്തിട്ടോ അതേമാതിരി തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇതും. അത്രയും അതിനെക്കാട്ടിലും അത് എത്രത്തോളം ചീഞ്ഞു നാറിയ പരിപാടിയാണോ അത്രത്തോളം ചീഞ്ഞു നാറിയ ഒരു പരിപാടി തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ നന്നാവും. മുന്നോട്ട് നല്ല രീതിയിൽ പ്രചരണം നടത്തിയിട്ട് നിങ്ങളെന്തൊക്കെ വികസനം ഇവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങളെന്താണ് ആ പ്രത്യയശാസ്ത്രത്തിൽ നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് വിജയിക്കാൻ നോക്കുക. അല്ലാതെ ഇത്തരത്തിൽ വിടുവേലത്തരം കാണിച്ചിട്ട് വിജയിക്കാനല്ല ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടിയിട്ട് ഏവരും അന്ന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുക. അത് കേരളത്തിൽ തന്നെ നല്ലൊരു മുതൽക്കൂട്ടായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജയ് ഹിന്ദ്.